ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ബിരിയാണിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെമ്മീനൊക്കെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 കിലോ ചെമ്മീനായിരുന്നു എടുത്തിരുന്നത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ 600 ഗ്രാം ചെമ്മീനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. മീഡിയം സൈസിലുള്ള ചെമ്മീനാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറുണ്ട് ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുള്ളൂ. നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്ന അത്രയും സമയമാണ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണുള്ളൂ. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 50 ml വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അവരെന്നെ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കളറൊക്കെ മാറി വരുന്ന സമയത്ത് കോരിയെടുക്കുക. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സാക്കി എടുക്കുക. സവാള ചേർത്തതിന് ശേഷം ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഇതേപോലെ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു സവാള പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരു സവാളയും കളറ് മാറി നമുക്കൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇനി അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ചെമ്മീനും ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒത്തിരി നേരമായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒത്തിരി നേരം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെമ്മീനും അങ്ങ് ഉണങ്ങിപ്പോയിട്ട് അങ്ങ് റബ്ബർ പോലെയാവുക. നമുക്ക് കടിക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചെമ്മീനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ലായിരുന്നു, 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബാലൻസ് ഇരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഇത് എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ചെമ്മീൻ റെഡിയാക്കി എടുക്കുന്നത്, ചെമ്മീൻ്റെ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസിലുള്ള സവാളയായിരുന്നേ. സവാള ചേർത്തിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഒരു ബ്രൗൺ കളറായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ വാടിയിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പകുതി ഭാഗത്തോളം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഒരു 4 പച്ചമുളകും 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 15 വെളുത്തുള്ളിയും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിരുന്നതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ മുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ നമുക്കൊന്ന് വാടി കിട്ടണം. അപ്പോൾ സവാളയൊക്കെ വാടിയിട്ട് ഇതേപോലെ ഒന്ന് കുഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയായിരുന്നു. ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ചേർത്തിട്ട് തക്കാളിയൊക്കെ ഇതേപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാകും ഒരു സൈഡ് ഭാഗത്തൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നായിരുന്നേ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ആ ഒരു എണ്ണയൊക്കെ നല്ലതുപോലെ സൈഡ് ഭാഗത്ത് തെളിഞ്ഞിട്ട് ആ ഒരു പൊടിയൊക്കെ ഒന്ന് മിക്സായി നമ്മുടെ സവാളയുടെ ഒക്കെ കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി പുതിനയിലയും ഒരു പുതിനയില എടുത്തതിൻ്റെ അര ഭാഗത്തോളം മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ.
ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇലയൊക്കെ നല്ലതുപോലെ നമുക്കൊരു മസാലയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു രീതിക്ക് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി കുറഞ്ഞിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. തൈര് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു രീതിക്ക് മസാല റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതേപോലെ മിക്സ് ആയതിനു ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ റെഡി ആയിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ചെമ്മീനും അതിലുള്ള ആ ഒരു ബാലൻസ് എണ്ണയൊക്കെ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മസാല റെഡിയായിരിക്കുന്നതാണ്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഒന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് 50 ml നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ആ ഒരു നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2 കഷ്ണം കറുവപ്പട്ടയും 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂണ് കുരുമുളകുമാണ്. ഇത് ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് സവാളയുടെ പകുതി ഭാഗം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു സവാള ഗോൾഡൻ കളറായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു രീതിക്ക് സവാളയൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1/2 കിലോ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൈസ് ഞാൻ കഴുകിയെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വെള്ളം വാലാനൊന്നും മാറ്റി വെച്ചിരിക്കുന്നതല്ല കേട്ടോ. കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഒരു റൈസ് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ആ ഒരു വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് വരണം കേട്ടോ. അതുവരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് റൈസ് ഒന്ന് വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് കപ്പിലാണ് അളന്നെടുക്കുന്നത് ആ കപ്പിന് തന്നെ 3 കപ്പ് വെള്ളം എടുക്കുക കേട്ടോ. കപ്പിനോ പാത്രത്തിന് ഏതാണെങ്കിലും എടുക്കുന്ന ആ ഒരു അളവ് പാത്രത്തിന് 3 പാത്രം വെള്ളം എടുക്കുക. അത് കറക്റ്റ് അളവായിരിക്കുമേ. നല്ലതുപോലെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു രീതിക്ക് റൈസ് ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്ക് കുക്ക് ചെയ്തെടുത്തിരിക്കുന്ന റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റിനുള്ളിൽ റൈസ് നമുക്ക് നല്ലതുപോലെ വെന്തിട്ടു കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതേപോലെ മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പകുതി ഭാഗം ചോറ് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ദമ്മിടുന്നതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബാലൻസ് ഇരിക്കുന്ന റൈസ് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഒരു ലേശം സവാള വറുത്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുക. മസാല ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റൈസും കൂടി ഇതിന് മുകളിലോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു മുകൾ ഭാഗവും നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് ആ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കഷ്ണണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിന് മുകളിലോട്ടായിട്ട് ഒരു ലേശം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഒരു ചെമ്മീനിൽ നിന്ന് ചെറിയൊരു അളവിൽ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടി ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു ചെമ്മീൻ ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.